നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആലപ്പുഴ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ 58ാമത് സ്ഥാപക ദിനാഘോഷവും സൗജന്യ ഓണക്കിറ്റ് വിതരണ ചടങ്ങും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ CITU ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സലാം MLA ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്ത വിദ്യരായ ജില്ലയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഐക്യ കോഴി താറാവ് കാട കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രംഗത്ത്. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആലപ്പുഴ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ 58ാമത് സ്ഥാപക ദിനാഘോഷവും സൗജന്യ ഓണക്കിറ്റ് വിതരണ ചടങ്ങും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആലപ്പുഴ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ 58ാമത് സ്ഥാപക ദിനാഘോഷവും സൗജന്യ ഓണക്കിറ്റ് വിതരണ ചടങ്ങും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കാഴ്ചക്കുറവുണ്ട്, പഠിക്കാനൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ ആ വർഷം തന്നെ സംസാരിക്കുന്ന സോഫ്റ്റ്വെയറോട് കൂടിയ ലാപ്ടോപ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 12 വയസ്സിന് മേഖലയിലുള്ള 10 വയസ്സിന് മേഖലയിലുള്ള +2 വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആപ്ലിക്കേഷൻ തന്ന 18 പേർക്കും ഈ 2 മാസത്തിന് മുൻപ് അത് വിതരണം ചെയ്തു. അപ്പോഴാണ് 1ലും 2ലും 3ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞത് അവരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഈ കഴിഞ്ഞ DPCയിൽ ഈ ജില്ലയിലെ മുഴുവൻ അത്തരത്തിലുള്ള കുട്ടികൾക്കും പ്രോജക്റ്റ് വെച്ചിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മറ്റു പദ്ധതികൾ തയ്യാറാക്കിയത്. KFB സംസ്ഥാന സെക്രട്ടറി KC രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടനയുടെ മുൻകാല നേതാക്കളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ആദരിച്ചു. സംഘടനയുടെ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് JNC ദാസ് ഓണസന്ദേശം നൽകി. വാർഡ് കൗൺസിലർ PS ഫൈസൽ, PM ഷാജി, DS മാധവൻ, NT ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. KFB ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് VK സുഭാഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി VX ജോയി നന്ദിയും പറഞ്ഞു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ CITU ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ CITU ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സലാം MLA ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഒരു കമ്പനിയോടോ നമ്മൾ ചെന്ന് ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാമുഖ്യവും സംഘടനയാകെ ചെന്നിട്ട് ആ പ്രശ്നം ഒരു ഡിമാൻഡായിട്ടോ ആവശ്യമായിട്ടോ ഉന്നയിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് വ്യത്യാസം കാണും. ആ വ്യത്യാസം എങ്ങനെയാണ് ഗവൺമെന്റിനോ ഉടമയ്ക്കോ തോന്നുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംഘടനാ ശേഷി കൂടി നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഏതൊരു പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഭാഗമായി നമ്മൾ കണക്കാക്കേണ്ട ഒന്ന് സംഘടന ഏറ്റവും പ്രധാനമായി മനസ്സിൽ വരിക എന്നുള്ളതാണ്. പല മേഖലകളിലും ആ സംഘടനാപരമായ കരുത്ത് ചോർത്താൻ പാകത്തിലുള്ള നിലപാടുകൾ. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് C വിജയ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിമാരായ അനുരൂപ് രാജു, സുനിത, AV പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടിനിമോൻ, TB ഫിറോസ്, രാജമോൻ, മനുദാസ്, അനൂപ് ചെറിയാൻ, ധന്യ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു.
അഭ്യസ്തവിദ്യരായ ജില്ലയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അഭ്യസ്തവിദ്യരായ ജില്ലയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നമ്മുടെ ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് തൊഴിൽ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. തൊഴിൽ ദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. KDSകിന്റെയും അതുപോലെ നോളജ് എക്കോണമി മിഷന്റെയും സഹായത്തോടുകൂടി നമ്മുടെ ജില്ലയിലെ കുടുംബശ്രീ സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള മുഴുവൻ പേർക്കും വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്തിന്റെ തുടക്കത്തിലുള്ള ബഡ്ജറ്റിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ 10,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ KDSക് കേരള നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്നാണ് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും കുടുംബശ്രീ സംവിധാനവും ഈ പദ്ധതിയിൽ അണിചേരും. തൊഴിൽ തേടുന്നവരെയും തൊഴിൽദാതാക്കളെയും ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്താനാണ് ജില്ലാ പഞ്ചായത്ത് ശ്രമിക്കുന്നതെന്നും KG രാജേശ്വരി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ NS ശിവപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, സെക്രട്ടറി KR ദേവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഐക്യ കോഴി താറാവ് കാട കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ഐക്യ കോഴി താറാവ് കാട കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കൂട്ടായ്മയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നുള്ള നിരോധനമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി പക്ഷിപ്പനി ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുന്നത് ഏപ്രിൽ മാസം 16-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 16-ാം തീയതി പക്ഷിപ്പനി ഉണ്ടായതിനു ശേഷം ഏറ്റവും അവസാനം പക്ഷിപ്പനി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പക്ഷിപ്പനി ഉള്ളതായി പ്രഖ്യാപിക്കപ്പെടുന്നത് ജൂൺ മാസം 12-ാം തീയതിയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോഴി, താറാവ്, കാട കർഷകരടക്കം ഉപവാസ സമരത്തിൽ സംബന്ധിച്ചു. സമരത്തെ തുടർന്ന് ജില്ലാ കളക്ടർക്ക് നിവേദനവും സംഘടനാ ഭാരവാഹികൾ നൽകി. കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രംഗത്ത്. H സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണം നൽകുന്ന കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. 5 കിലോഗ്രാം അരി മുതൽ പാക്കറ്റ് ഉപ്പ് വരെയുള്ളവ ഉൾപ്പെടുത്തിയ 11 ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റാണ് വിതരണം ചെയ്തത്. ഏരിയയിലെ 500-ൽ പരം കിടപ്പ് രോഗികൾക്കാണ് ചേതന പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തി സാന്ത്വന പരിചരണം ഏകുന്നത്. ഡോക്ടർ, നഴ്സ് എന്നിവരുടെ സേവനങ്ങൾക്ക് പുറമെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ, മരുന്നുകൾ, എയർ വാട്ടർ ബെഡുകൾ, ഡയപ്പറുകൾ ഉൾപ്പെടെ ലഭ്യമാക്കുകയും ദൈനംദിന രോഗീ പരിചരണവും നൽകി വരുന്നുണ്ട്. ചേതനയുടെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വടക്കുവശം പ്രവർത്തിക്കുന്ന ചേതന ജനകീയ ലാബിൽ ചേതനയുടെ സാന്ത്വനം ലഭ്യമാക്കുന്ന രോഗികളുടെ പരിശോധനാ ഫലങ്ങൾ സൗജന്യമായും മറ്റുള്ളവർക്ക് 20 മുതൽ 50% വരെ നിരക്ക് കുറവിലുമാണ് ഫലം ലഭ്യമാക്കുന്നത്. സാന്ത്വനം ലഭ്യമാക്കുന്ന കിടപ്പ് രോഗികളിൽ നിർധനരായ 350 പേരുടെ കുടുംബങ്ങൾക്കാണ് ചേതന ഭക്ഷ്യധാന്യ കിറ്റ് നൽകിയത്. കിറ്റ് വിതരണത്തിന്റെ ഏരിയാതല ഉദ്ഘാടനം ചേതന സെക്രട്ടറി H സലാം MLA നിർവഹിച്ചു. ഒരു ചെറിയ തോതിൽ ലാബ് ആരംഭിക്കാൻ വേണ്ടി ആലോചിച്ചു. ലാബ് നടത്തി പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല ആലോചിച്ചത്. പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ കിടപ്പ് രോഗികളുടെ അടുത്ത് തന്നെ പരിചരിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് പല ടെസ്റ്റും നടത്തേണ്ടതായിട്ട് വരുന്നു. പല വീടുകൾക്കും താങ്ങാൻ കഴിയാത്ത വലിയ സംഖ്യ അതിന് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ നേരിട്ട് പോയ വീടിന്റെ അനുഭവം വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു വരുമ്പോൾ പുറമേക്ക് നമ്മളത് പരിശോധിച്ച് നോക്കുമ്പോൾ
രോഗത്തിന്റെ ചികിത്സയെക്കാളും അല്ലെങ്കിൽ ചികിത്സ പോലെ തന്നെ പ്രധാനമാണ് രോഗം കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ. ആ രോഗം കണ്ടുപിടിക്കാനുള്ള പരിശോധന നടത്താൻ, ടെസ്റ്റുകൾ നടത്താൻ തന്നെ ആയിരക്കണക്കിന് രൂപ ഓരോ രോഗിക്ക് ആവശ്യമായി വരുന്നൊരു സാഹചര്യം പല തൊഴിലാളി കുടുംബങ്ങൾക്ക്. ചടങ്ങിൽ പ്രസിഡന്റ് എ ഓമനക്കുട്ടൻ അധ്യക്ഷനായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, അംഗങ്ങളായ അജീഷ്, നിഷ മനോജ്, ചേതന സോണൽ കൺവീനർ മായ സുരേഷ്, കോർഡിനേറ്റർ വി രാജൻ, നഴ്സ് പ്രീതിമോൾ, ബി ശ്രീകുമാർ, ആർ ബാബു, ഹരികുമാർ എന്നിവർ സംസാരിച്ചു. സോണൽ കമ്മിറ്റി ചെയർമാൻ ജി ഷിബു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AM നസീർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും ഉദ്യോഗസ്ഥ അഴിമതിക്കുമെതിരെ മുസ്ലിം ലീഗ് ആലപ്പുഴ ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AM നസീർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ KC വേണുഗോപാൽ MP കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്ന അമൃത് പദ്ധതി 250 കോടി രൂപ, അതിന്റെ പ്രവർത്തനം ആലപ്പുഴ നഗരത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്. വാട്ടർ ടാങ്കുകളും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതും അടക്കം കലിങ്കുകളും പാലങ്ങളും റോഡുകളും എല്ലാം ശ്രീ KC കൊണ്ടുവന്ന അമൃത് പദ്ധതിയിൽ ആലപ്പുഴ നഗരം അത് ചെയ്തു എന്നത് നഗരത്തിന്റെ തനത് ഫണ്ടിൽ നിന്നോ പ്ലാൻ ഫണ്ടിൽ നിന്നോ 1 രൂപ ചെലവഴിച്ചതായി തെളിയിക്കാൻ നഗരഭരണാധികാരികൾക്ക് അവരെ ഞാൻ വെല്ലുവിളിച്ചു. ലീഗ് ടൗൺ പ്രസിഡന്റ് യൂസഫ് പോറ്റി അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം ലബ്ബ, നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നൌഫൽ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷിബി കാസിം, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൽതാഫ് സുബൈർ, പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷുഹൈബ് അബ്ദുള്ള, വനിതാ ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം സീമ യഹിയ, സിറാജുദ്ദീൻ നിസാമി എന്നിവർ സംസാരിച്ചു. ടൗൺ ജനറൽ സെക്രട്ടറി AK ഷിഹാബുദ്ദീൻ സ്വാഗതവും ടൗൺ ട്രഷറർ അമീർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആലപ്പുഴ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ 58ാമത് സ്ഥാപക ദിനാഘോഷവും സൗജന്യ ഓണക്കിറ്റ് വിതരണ ചടങ്ങും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ CITU ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്ത വിദ്യരായ ജില്ലയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഐക്യ കോഴി താറാവ് കാട കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രംഗത്ത്. H സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.